ഒരിടവേളയ്ക്ക് ശേഷം ചെങ്കടലിൽ വീണ്ടും ഹൂതികൾ ആക്രമണം തുടങ്ങി. മാസങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷമാണ് ഹൂതികൾ കപ്പലുകളെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം തുടങ്ങിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 കപ്പലുകളെയാണ് ഹൂതികൾ തകർത്തത്. പുതിയ കരുത്തുമായാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം പുനരാരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹൂതികൾ ആക്രമണ തന്ത്രങ്ങളും മാറ്റിയിരിക്കുന്നു. അവരിപ്പോൾ ചെറിയ ആക്രമണ ബോട്ടുകൾ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, സായുധ ഡ്രോണുകൾ എന്നിവയാണ് ആക്രമണത്തിനായി ഉപയോഗിക്കുന്നത്. ഈ പുതിയ തന്ത്രങ്ങൾ അപകടകരമാണെന്നാണ് വിലയിരുത്തൽ. ഇത് സുപ്രധാന സമുദ്ര വ്യാപാര പാതയുടെ സുരക്ഷയെ ബാധിക്കും. മാത്രമല്ല, പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. റോക്കറ്റുകളും ചെറിയ ആയുധങ്ങളും ഡ്രോൺ ബോട്ടുകളും ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികൾ ആക്രമണം നടത്തിയത്. സ്ഫോടനങ്ങളും വെടിവയ്പും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ അരങ്ങേറി. ചെങ്കടലിൽ വീണ്ടും ആക്രമണ പരമ്പരയുമായി ഹൂതികൾ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ ഗ്രീക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ഹൂതികളുടെ ആക്രമണത്തിനിരയായത്. കപ്പൽ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു. ബുധനാഴ്ചയാണ് കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസവും ഹൂതികൾ മറ്റൊരു വാണിജ്യ കപ്പലിനെ ആക്രമിച്ചിരുന്നു. ഗ്രീക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു അതും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഹൂതികളുടെ തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ചത്. ഗസയിൽ വെടിനിർത്തൽ വന്നതോടെ താൽക്കാലികമായി ഹൂതികളും ചെങ്കടലിൽ ആക്രമണം അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയതോടെയാണ് ഹൂതികളും ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത്. സുപ്രധാന കടൽപ്പാതയാണ് ചെങ്കടൽ. ആക്രമണത്തെ തുടർന്ന് വീണ്ടും കപ്പലുകൾ ഇതുവഴിയുള്ള സഞ്ചാരം നിർത്തുകയാണ്. കനത്ത ആക്രമണമാണ് എറ്റേണിറ്റി സി കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയത്. നിരവധി ആക്രമണങ്ങൾ കപ്പൽ നേരിട്ടു. സീ ഡ്രോണുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉപയോഗിച്ചായിരുന്നു ഹൂതികളുടെ ആക്രമണം. കപ്പൽ ജീവനക്കാരിൽ 21 ഫിലിപ്പീൻസുകാരും 1 റഷ്യക്കാരനും 3 സുരക്ഷാ ഭടന്മാരുമാണ് ഉണ്ടായിരുന്നത്. ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയുള്ള കപ്പലിനെ യമനിലെ ഹൊദൈദ തുറമുഖത്ത് നിന്ന് തെക്കു പടിഞ്ഞാറായി 51 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഹൂതികൾ ആക്രമിച്ചത്. പിന്നാലെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുക്കുകയായിരുന്നു. ഡിസംബറിന് ശേഷം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആദ്യമായാണ് ആക്രമണം നടത്തിയത്. ഡ്രോൺ ബോട്ടുകൾ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, ചെറിയ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത മാജിക് സീസ് എന്ന കാർഗോ കപ്പലിൽ ആക്രമണം നടത്തിയത്. കപ്പൽ ആക്രമണത്തിൽ കത്തി നശിച്ചു. 8 ബോട്ടുകളിലാണ് അക്രമി സംഘം എത്തിയത്. അക്രമികൾ കപ്പലിന് നേരെ വെടിയുതിർത്തതിനൊപ്പം റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും പ്രയോഗിച്ചു. ചെങ്കടലിൽ തെക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ചരക്ക് കപ്പൽ. ബോട്ടിലെത്തിയ അക്രമി സംഘം കപ്പലിനെ വളയുകയായിരുന്നു. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും വെള്ളം കയറുകയും ചെയ്തുവെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി പറഞ്ഞു. കപ്പൽ ഉപേക്ഷിച്ച് എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടു. അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. എല്ലാ ജീവനക്കാരും സുരക്ഷിതരായി രക്ഷപ്പെട്ടതായി ഏജൻസി പിന്നീട് അറിയിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഫലസ്തീനികളെ പിന്തുണയ്ക്കാനാണ് ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൂതികൾ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അൽ അൻസാർ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഹൂതികൾ വെളിപ്പെടുത്തിയത്.